ഈശോയിൽ പ്രിയരെ, വിശുദ്ധ കുർബാനയും ജപമാലയും നമ്മുടെ ആധ്യാത്മിക ജീവിതത്തിലെ രണ്ട് കണ്ണുകളായി നാം കാണുന്നു. ഒക്ടോബർ മാസം പരിശുദ്ധ അമ്മയുടെ ജപമാല മാസമായി നാം ആചരിക്കുമ്പോൾ പരിശുദ്ധ അമ്മയോടുള്ള ഭക്തിയും വിശ്വാസവും ദൃഢമാകുന്നു. ഇന്ന് ഒക്ടോബർ 7 പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാളായി ഇന്ന് തിരുസഭ ആഘോഷിക്കുകയാണല്ലോ. എല്ലാവർക്കും പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേർന്നുകൊള്ളുന്നു. 1206 കാലഘട്ടങ്ങളിൽ സഭാവിശ്വാസത്തെ വിട്ട് ആൽബിജൻസിയൻ സിദ്ധാന്തത്തിൻ്റെ പുറകെ പോയ ഒരു കൂട്ടം ജനത്തെ തിരിച്ച് സഭാവിശ്വാസത്തിലേക്ക് കൊണ്ടുവരുവാനായി വിശുദ്ധ ഡൊമിനിക് ഒരു വ്യർത്ഥമായിട്ടുള്ള ഒരു പരിശ്രമം നടത്തിയിരുന്നു. ഒരാൾ പോലും കത്തോലിക്ക സഭാ വിശ്വാസത്തിലേക്ക് തിരിച്ചു വരാതിരുന്നപ്പോൾ പരിശുദ്ധ അമ്മ വിശുദ്ധ ഡൊമിനിക്കിന് പ്രത്യക്ഷയായിക്കൊണ്ട് ഇങ്ങനെ പറഞ്ഞു: മകനെ, ഞാൻ നൽകുന്ന ഈ ജപമാല എല്ലാ തിന്മകൾക്കും എല്ലാ പാഷണ്ഡതകൾക്കും എതിരെ ഉപയോഗിക്കാവുന്ന ഒരു സ്വർഗീയ ആയുധമാണ്. ഇത് ചൊല്ലിക്കൊണ്ട് ദൈവനാമത്തിൽ ഇറങ്ങുക. പിന്നീട് 1571 കാലഘട്ടം സഭ വലിയ യുദ്ധങ്ങൾക്ക് മുന്നിലായിരുന്നു. വലിയ സാമ്രാജ്യമായിരുന്ന ഒട്ടോമൻ സാമ്രാജ്യത്തിലെ ചക്രവർത്തി ലോകത്തിലെ എല്ലാ ജനതകളെയും മുസ്ലിം അധിനിവേശത്തിൻ്റെ ഭാഗമാക്കാൻ പരിശ്രമിച്ചുകൊണ്ടിരുന്ന കാലഘട്ടം. അങ്ങനെ തൻ്റെ വലിയ സൈന്യവുമായിട്ട് ഇറ്റലിക്കും റോമിനും എതിരെ യുദ്ധത്തിനായി വന്നപ്പോൾ പിയൂസ് 5 മാർപ്പാപ്പ തൻ്റെ വിശ്വാസികളായ ജനത്തെ ആ സൈന്യത്തിന് മുന്നിലേക്ക് അണിനിരത്തിയത് ഇങ്ങനെയായിരുന്നു: ജപമാല കയ്യിലേന്തി ജപമാല ചൊല്ലിക്കൊണ്ട് റോമിന് ചുറ്റും നടക്കുക. അതിഭയാനകമായി വന്ന ആ സൈന്യം പരാജിതരായി തിരിച്ചുപോയി. ഈ വിജയത്തിൻ്റെ ഓർമ്മയ്ക്കായി ഒക്ടോബർ 7 പിയൂസ് 5 മാർപ്പാപ്പ പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാളായി ആഘോഷിക്കണമെന്ന് സഭയോട് ആവശ്യപ്പെട്ടു. പിന്നീട് 19-ാം നൂറ്റാണ്ടിൽ ലിയോ 13 മാർപ്പാപ്പയാണ് ഒക്ടോബർ മാസം മുഴുവനും പരിശുദ്ധ അമ്മയുടെ ജപമാല മാസമായി ആഘോഷിക്കണം എന്ന് ആഗോള കത്തോലിക്ക സഭയോട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപനം ചെയ്തത്. ആദ്യം ഈ പരിശുദ്ധ ജപമാല രാജ്ഞിയുടെ തിരുനാൾ അറിയപ്പെട്ടിരുന്നത് വിജയങ്ങളുടെ മാതാവിൻ്റെ തിരുനാൾ എന്നായിരുന്നു. പ്രിയരെ, നമ്മൾ ഈ ജപമാല ചൊല്ലുമ്പോൾ പരിശുദ്ധ അമ്മയുടെ മടിയിലിരുന്ന് ഈശോയുടെ തിരുമുഖത്തെ ധ്യാനിക്കുകയാണ് ചെയ്യുന്നത്. ജപമാല ചൊല്ലുന്ന ഓരോ കുടുംബവും നസ്രത്തിലെ തിരുകുടുംബത്തെയാണ് അനുസ്മരിക്കുന്നത്. ആ കുടുംബത്തെ നശിപ്പിക്കാനായിട്ട് ഒരു ദുഷ്ടശക്തിക്കും സാധിക്കുകയില്ല. അമ്മയെ മഹത്വപ്പെടുത്തുന്നവൻ സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടിവെക്കുന്നുവെന്ന് നാം പ്രഭാഷകന്റെ പുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. പിന്നീട് ഒരിക്കൽ വിശുദ്ധ മദർ തെരേസയോട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിച്ചു, എന്താണ് നിങ്ങളുടെ കയ്യിലെ ആയുധമെന്ന്. മദർ തെരേസ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ജപമാലയാണ് എൻ്റെ കയ്യിലെ ആയുധമെന്ന്. അതേപോലെ വിശുദ്ധ ജോൺ പോൾ 2 മാർപ്പാപ്പ എപ്പോഴും പറയാറുണ്ട്, ഞാൻ എൻ്റെ ജീവിതത്തിൽ വളരെ ഇഷ്ടപ്പെടുന്ന പ്രാർത്ഥനയാണ് ജപമാല പ്രാർത്ഥനയെന്ന്. നമ്മുടെ ജീവിതത്തിലും ഇതേപോലെ വളരെ ഇഷ്ടത്തോടുകൂടെ ഭക്തിയോടും വിശ്വാസത്തോടും കൂടെ ചൊല്ലുന്നതിനൊപ്പം വളരെ ഇഷ്ടത്തോടും കൂടെ ചൊല്ലാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈ ജപമാല മാസത്തിൽ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം വഴി നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദൈവം ധാരാളമായിട്ടുള്ള അനുഗ്രഹങ്ങൾ ചൊരിയട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു.